വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. എയർ ഇന്ത്യയുടെ വിമാനം കത്തിയമർന്നു. ദുരന്തഭൂമി സന്ദർശിച്ച് പ്രധാനമന്ത്രി. അഹമ്മദാബാദിലെ വിമാന ദുരന്ത ഭൂമി സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി നേരെ എത്തിയത് ദുരന്ത ഭൂമിയിലേക്കായിരുന്നു. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രി സിവിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചത്. 50ഓളം പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അഹമ്മദാബാദ് മേയർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരന്ത ഭൂമിയിലെത്തിയ മോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ കുടുംബത്തെ പ്രധാനമന്ത്രി കാണുമെന്ന് സൂചനയുണ്ട്. 290 പേരാണ് വിമാന ദുരന്തത്തിൽ മരിച്ചത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 229 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് മരിച്ചത്. മരിച്ചവരിൽ 49 പേർ പ്രദേശവാസികളാണ്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ രമേശ് വിശ്വാസ് കുമാർ ബുജർവാദയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എയർ ഇന്ത്യയുടെ A171 വിമാനമാണ് ടേക്ക് ഓഫിനിടെ മേഘാനി നഗറിലെ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് തകർന്നു വീണത്. മരിച്ചവരിൽ ലണ്ടനിൽ നഴ്സായ പത്തനംതിട്ട മുല്ലാട് സ്വദേശി രജിത ജി നായരും ഉണ്ടായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ 1 കോടി വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. CPO അറസ്റ്റിൽ. പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ ഉദ്യോഗസ്ഥകൾ വസ്ത്രം മാറുന്നത് പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖാണ് നീചകൃത്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒളിക്യാമറയിൽ പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ അയച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ വൈശാഖ് ഭീഷണിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഉദ്യോഗസ്ഥ വനിതാ സെല്ലിൽ പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ വൈശാഖ് ചെയ്ത കുറ്റം വെളിപ്പെട്ടു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ഇടമുണ്ട്. അതിനുള്ളിൽ 7 മാസമായി ഇയാൾ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ മൊബൈലുമായി കണക്ട് ചെയ്ത് പകർത്തുന്നുണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്ന ചിത്രങ്ങൾ ഇയാൾ പകർത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. കപ്പലുടമകൾ ബാധ്യത വഹിക്കണമെന്ന് ഹൈക്കോടതി. കൊച്ചി തീരത്ത് എൽസ 3 കപ്പൽ മുങ്ങിയത് ലാഘവത്തോടെ കൈകാര്യം ചെയ്ത മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഹൈക്കോടതി. പാരിസ്ഥിതിക വെല്ലുവിളികൾ ഉയർത്തി കേരള തീരത്തുണ്ടാകുന്ന കപ്പൽ അപകടങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ചിലവ് കപ്പലുടമകളിൽ നിന്ന് ഈടാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ജനങ്ങളുടെ നികുതി പണം ഇതിനായി പാഴാക്കരുത്. മത്സ്യസമ്പത്ത് നശിച്ചതടക്കമുള്ള പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കണം. കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കും. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാനത്തിനും നടപടിയെടുക്കാം. ജില്ലാ കളക്ടർക്കും നടപടിയെടുക്കാം. ഇതുകൂടാതെ 48 മണിക്കൂറിനകം എണ്ണച്ചോർച്ച അടയ്ക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം. പേവിഷവ്യാപനം തടയാൻ ഷെൽട്ടറിംഗ്. പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കവേ അക്രമകാരികളും പേപ്പട്ടിയുടെ കടിയേറ്റതുമായ നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലാക്കി വാക്സിനേഷൻ നൽകുന്ന പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിഗണനയിൽ. മാർക്കറ്റുകളും സ്കൂളുകളും ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും അധികം വന്നുപോകുന്ന സ്ഥലങ്ങളിലും ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ മേഖലകളിലും പേപ്പട്ടിയുടെ കടിയേറ്റ നായ്ക്കൾക്ക് 5 ഡോസ് വാക്സിനേഷനും 120 ദിവസത്തെ നിർബന്ധിത നിരീക്ഷണവുമാണ് ലക്ഷ്യം. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സമർപ്പിച്ച ശുപാർശ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ മന്ത്രിക്ക് കൈമാറി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പങ്കാളിത്തം ആവശ്യമായതിനാൽ മന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകും. +1 ക്ലാസുകൾ 18-ന് തുടങ്ങും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിനായുള്ള 2 അലോട്ട്മെന്റുകളിലെ നടപടികൾ പൂർത്തിയായപ്പോൾ സ്ഥിരപ്രവേശനം നേടിയത് 1,41,229 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-നാണ് 2ാം ഘട്ട അലോട്ട്മെന്റ് പ്രവേശന നടപടികൾ പൂർത്തിയായത്. 18-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുക. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനാലോ ഓപ്ഷനുകൾ നൽകാത്തതിനാലോ അലോട്ട്മെന്റിന് പരിഗണിക്കാത്തവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവും നോട്ടിഫിക്കേഷനും മുഖ്യഘട്ട പ്രവേശന സമയപരിധിക്ക് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വൈദ്യുതി വിറ്റ് പണം നേടാം. റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷന്റെ പുതിയ ചട്ടം നിലവിൽ വരുന്നതോടെ സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി ചുറ്റുവട്ടത്തുള്ള വീടുകളിലോ സ്ഥാപനങ്ങളിലോ നേരിട്ട് വിൽപ്പന നടത്താം. ഇതിനുള്ള ലൈൻ സംവിധാനം KEB ഒരുക്കി തരും. സംസ്ഥാനത്തെ സോളാർ മീറ്ററിംഗ് സംവിധാനത്തിൽ
നിലവിലെ രീതി സെപ്റ്റംബർ 30 അവസാനിക്കും. ഫ്ളാറ്റ് റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവയ്ക്ക് കൂട്ടായി സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും അനുമതി ലഭിക്കും. നിലവിൽ KSEBിക്ക് മാത്രമാണ് ഇതിനുള്ള അധികാരം. സംസ്ഥാനത്തെ പുരപ്പുറ സോളാർ ഉൽപാദകർ നെറ്റ് മീറ്റർ സ്ഥാപിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പകൽ സമയം KSEBിയുടെ ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുകയും രാത്രികാലങ്ങളിൽ ഗ്രിഡിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. പുതിയ ചട്ടങ്ങൾ വരുന്നതോടെ ഇതിൽ മാറ്റം വരും. ഇരട്ടക്കൊലക്കേസ് പ്രതി മരിച്ച നിലയിൽ. പടിയൂരിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തി മുങ്ങിയ പ്രതിയെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ കേദാർനാഥ് തീർത്ഥാടന കേന്ദ്രത്തിന് സമീപമുള്ള ബേസ് ക്യാമ്പിലാണ് വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച വിവരം കേദാർനാഥ് സ്വദേശികളാണ് പ്രേംകുമാറിന്റെ വീട്ടിൽ അറിയിച്ചത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ ഡൽഹിയിലെത്തിയ കേരള പോലീസ് ഇന്ന് കേദാർനാഥിലെത്തി മൃതശരീരം പ്രേംകുമാറിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കും. രണ്ടാം ഭാര്യ രേഖയെയും ഭാര്യയുടെ അമ്മ മണിയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ ഒളിവിൽ പോയിരുന്നു. കേരളത്തിലെ കന്നിക്കുഴി പുതിയ പറമ്പ് സ്വദേശിയായ ആദ്യ ഭാര്യ വിദ്യയെ 2019 പൈശാചികമായി കൊലപ്പെടുത്തിയ കേസിൽ പരോളിൽ ഇറങ്ങിയപ്പോഴായിരുന്നു പ്രേംകുമാറിന്റെ രണ്ടാം വിവാഹം. ജലജീവൻ പദ്ധതി വഴിമുട്ടിയ നിലയിൽ. സംസ്ഥാനത്തെ ഗ്രാമങ്ങളുടെ എല്ലാം ദാഹമകറ്റിയ ജലജീവൻ പദ്ധതിയുടെ പണി പൂർത്തിയാക്കണമെങ്കിൽ സംസ്ഥാനം 20,000 കോടി രൂപയെങ്കിലും കണ്ടെത്തണം. സംസ്ഥാനം പണമിട്ടാൽ വിഹിതം കൃത്യമായി തരാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പക്ഷേ സംസ്ഥാനത്തിന് എടുക്കാൻ പണമില്ല. പണമില്ലാത്തതിനാൽ 560 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയത്. ഇത് കരാറുകാരുടെ കുടിശ്ശിക തീർക്കാൻ പോലും ആകില്ല. ഇനി വാട്ടർ അതോറിറ്റിയെ കൊണ്ട് 12,000 കോടി രൂപ വായ്പ എടുപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ എതിർപ്പുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത വാട്ടർ അതോറിറ്റിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്ന് വാട്ടർ അതോറിറ്റി ആരോപിച്ചു. 9.12% പലിശയ്ക്ക് നബാർഡിൽ നിന്നോ LICയിൽ നിന്നോ ഹഡ്കോയിൽ നിന്നോ 20 വർഷത്തേക്ക് വായ്പ എടുക്കാമെന്നാണ് സംസ്ഥാനം പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇനി പാഠ്യവിഷയമായി വേടന്റെ പാട്ടും. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം വൈസ് ചാൻസലർക്ക് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ. സിലബസിൽ തന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ഭാഗ്യമായി കരുതുന്നു. സർവകലാശാലകളിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും എന്റെ പാട്ട് കേൾക്കും. അതാണ് തന്റെ ജോലി. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്താൻ ഒരു പദ്ധതിയുമില്ല. തന്റെ നിലപാടുകളിലുള്ള പ്രകോപനം കാരണമാകാം ഈ പരാതിയെന്നും വേടൻ പ്രതികരിച്ചു. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം രംഗത്ത് വരുന്നത്. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് BC ഡോക്ടർ രവീന്ദ്രന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റേത്. ഇസ്ലാം, ദളിത്, ഇടത് കൂട്ടായ്മകളെ ശ്രമിക്കുന്നവരുടെ ആശയങ്ങൾക്ക് ഊർജം പകരുന്നതാണ് വേടന്റെ പാട്ടുകളെന്നും AK അനുരാജ് പറയുന്നു. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം താരതമ്യ പഠനത്തിനായാണ് സർവകലാശാല ഉൾപ്പെടുത്തിയത്. വിമാനത്തിൽ ബോംബ് ഭീഷണി. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി. വിമാനം തായ്ലൻഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണി സന്ദേശം കണ്ടെത്തിയത് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന്. യാത്ര തിരിച്ച് 20 മിനിറ്റിനുള്ളിലാണ് ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. ഫുക്കറ്റിൽ വിമാനം തിരിച്ചിറക്കി. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടതായി ഫുക്കറ്റ് വിമാനത്താവള ഉദ്യോഗസ്ഥർ അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യാത്രക്കാരെ AI-379 എന്ന വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയതായി തായ്ലാന്റ് വിമാനത്താവള ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കായിക ലോകം. രണ്ടാം ഇന്നിംഗ്സിലും പതറി ഓസ്ട്രേലിയ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്ക് രണ്ടാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ച. രണ്ടാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 40 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എന്ന നിലയിലാണ് ഓസീസ് ഉള്ളത്. വാലറ്റത്ത് മിച്ചൽ സ്റ്റാർക്കും നേഥൻ ലയണുമാണ് ബാറ്റിംഗ് തുടരുന്നത്. ഓസ്ട്രേലിയക്ക് നിലവിൽ 218 റൺസിന്റെ ലീഡുണ്ട്. അലക്സ് ക്യാരി, മാർനസ് ലബൂഷെയ്ൻ, സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ പ്രധാന സ്കോറർമാർ. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഭാരം കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണം
കഴിച്ചാൽ അമിതഭാരം കുറയ്ക്കാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതിൽ വാസ്തവമില്ല. എന്നാൽ ശരീരഭാരം കുറയുന്ന തരത്തിൽ പ്രഭാത ഭക്ഷണം ക്രമപ്പെടുത്താനാവും. നാരുകൾ ധാരാളം അടങ്ങിയ പ്രഭാത ഭക്ഷണം നിത്യവും കഴിക്കുക. ശരീരഭാരവും ഡയബറ്റിസ് സാധ്യതയും കുറയും. മധുരപാനീയങ്ങൾ, പഞ്ചസാരയിട്ട പാൽ, പാൻകേക്ക്, പാസ്ട്രി, മധുരം കൂടുതൽ അടങ്ങിയ പലഹാരങ്ങൾ എന്നിവയും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത്. ധാന്യങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറവായതിനാൽ അവ കഴിക്കാം. തവിട് കളയാത്ത ധാന്യങ്ങളുടെ പലഹാരങ്ങൾ ശരീരഭാരം കുറയ്ക്കുന്നതിനൊപ്പം ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തും, ദഹനവും സുഗമമാക്കും. ടേണി വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.